ഈ കോളം ഫുട്ടിങ് ചെയ്താലും പൈൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാത്തിനും അല്ല, പയൽ വേറെ, കോളം വേറെ, ബീം കെട്ടിപ്പോകുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ, നമ്മൾ പലപ്പോഴും ഇൻഡിവിജ്വലായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു കോമൺ ഫാക്ടറാണ് റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതെ, അതിപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലേക്കാണ് നമ്മൾ പാറ വെച്ചിട്ട് ചെയ്യുന്നത്. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ പടവ് ചെയ്യാന്നൊക്കെ പറയും, ലാറ്ററൈറ്റ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നിലവിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ എങ്ങനെയാണോ അതിൻ്റെ എൻറ്റയർ 60 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് വിഡ്ത്ത് ഹൈറ്റിലേക്ക് നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്തിട്ട് അതിനകത്തേക്ക് ഫസ്റ്റ് ലെയർ ഒരു 10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ ഒക്കെ PCC ചെയ്യും. അതായത് പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നു. മുകളിലേക്ക് നമ്മുടെ പാറ റബിള് ഡ്രൈ ആയിട്ട് ചെയ്യും. ചില ആൾക്കാർ നമുക്ക് അല്ലാതെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് 45 സെൻറ്റിമീറ്റർ നമ്മൾ വീണ്ടും പാറ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് വേണമെങ്കിൽ 30 ചെയ്തിട്ട് 50 സെൻറ്റിമീറ്റർ നമുക്ക് നേരത്തെ പറഞ്ഞ ബെൽറ്റ് കൊടുക്കാം. ഇതാണ് കോമൺലി കേരളത്തിൽ കണ്ടുവരുന്ന രീതി. ഇത് നമ്മുടെ ഹാർഡ് സോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, 2 നില വരെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം, നോർമലി ചെയ്യുന്നതുമാണ്. ഇനി നമ്മൾ കോളം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ എപ്പോഴും പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർഫസ് പിന്നെ ഈ പറഞ്ഞ ലെവൽ സർഫസ് അല്ലാതെ കിടക്കുന്ന സമയത്തുണ്ടാവും. അപ്പം നമുക്ക് ഒരു സൈഡിൽ ഡെപ്താണ് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടെ ഓവറായിട്ട് നമുക്ക് റബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പരിധിക്കപ്പുറം റബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കും, കോസ്റ്റും അത്ര റെഡിയല്ല. ഇനി രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ 60 അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമുക്ക് മണ്ണിന് വേണ്ടത്ര ഉറപ്പില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ഒരു 1.5 മീറ്ററിൽ 2 മീറ്ററിലാണ് നമുക്ക് അവിടെ ഹാർഡ് സോയിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കോളം ഫൂട്ടിങ് കൊണ്ടുവരാം. അതായത് ഫസ്റ്റ് PCC ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് എത്രയാണോ സ്റ്റീൽ അതിനെ കൊണ്ടുവന്ന് മുകളിലേക്ക് കണക്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് മണ്ണ് ബാക്ക് ഫില്ല് ചെയ്ത് പിന്നീട് അതിനെ ഫുള്ളായിട്ട് എൻറ്റയർ പ്ലിന്ത് കണക്ട് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇത് പ്രോസസ്സ് സെയിം തന്നെയാണ്. ഇത് താരതമ്യേന നമ്മുടെ റബിൾ ഫൗണ്ടേഷനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ഒരു 30 to 40% ഒക്കെ കോസ്റ്റ് കൂടുതലായിട്ട് വരും. ഇനി ഇവിടെയും നിൽക്കാത്ത സമയമുണ്ട്, നമുക്ക് 1.5 മീറ്റർ അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 10 മീറ്ററിലൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ ഹാർഡ് സോയിൽ ഉണ്ടാവുക ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ. അവിടെ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് പൈല് കൊണ്ടുവന്നിട്ട് മാനുവലി പൈൽ അല്ലെങ്കിൽ മെഷീൻ പൈലുണ്ട്. അപ്പോൾ ആ ഡെപ്തിലേക്ക് പൈൽ ചെയ്യുന്നു, സ്റ്റീൽ ഇറക്കുന്നു, കോൺക്രീറ്റ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നെ പൈൽ ക്യാപ്പ് കാര്യങ്ങൾ ചെയ്ത് നോർമൽ ഫൗണ്ടേഷനിലേക്ക് വന്ന് ചെയ്യുന്നു. ഇതിൽ തന്നെ ഈ കോളത്തിലേക്ക് പോകുന്ന സമയത്ത് കോളം ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പ്ലിന്ത് ലെവലിൽ കോളം കട്ട് ചെയ്യും, അവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ മുകളിലേക്ക് ബ്രിക്ക് വർക്ക് ചെയ്യും, പയലായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ എൻറ്റയർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെയും ഈ കോളം പോകും, നമ്മുടെ ഇപ്പോൾ ഷോപ്പൊക്കെ ചെയ്യുന്നത് പോലെ.